ഹലോ, ഞാൻ അനിഷ്മ. നമ്മളിൽ പല വ്യക്തികളും കേട്ടിരിക്കുന്നതാണ് ആടുജീവിതം എന്ന് പറയുന്ന നോവൽ. ചില വ്യക്തികൾ അത് വായിച്ചിട്ടുണ്ടായിരിക്കും, ചില വ്യക്തികൾ ആ നോവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് മുൻപാണ് ആ നോവൽ ഇറങ്ങിയതെങ്കിലും ഞാൻ ഈ ഇടക്കാലത്താണ് ആ നോവൽ വായിക്കാനിടയുണ്ടായത്. ആ നോവൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ആ നോവലിൽ പറയുന്ന ഒരു കാര്യത്തെ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ബെന്യാമിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. എന്നാൽ ശരിക്കും ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നജീബാണ്. കഥാപാത്രമല്ല, നജീബിൻ്റെ ജീവിതത്തെയാണ് ഈ നോവലായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ നാട്ടിൽ നിന്നിട്ട് ഒരു മരുഭൂമിയിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് നജീബ്. ആ കഥയാണ് ഈ ആടുജീവിതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ പറയുന്ന വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മരുഭൂമി, രണ്ട് ആടോ എന്ന് കരുതണ്ട, ആടുജീവിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആടുകൾക്ക് ഈ കഥയിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. മൂന്ന് മസറ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ആട്ടിൻ തൊഴുത്താണ് കേട്ടോ. നാലാമത്തേത് അർബാബ് എന്ന് പറയുന്നത് നജീബിനെ ഭരിക്കാനായിട്ട് മരുഭൂമിയിലുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു. അഞ്ചാമത് ഹക്കീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നജീബിൻ്റെ കൂടെ ഒരുപാട് പ്രതീക്ഷകളോടെ മരുഭൂമിയിലേക്ക് എത്തിച്ചെന്ന മറ്റൊരു വ്യക്തി. ആറാമത്തത് ഖുബൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ഖുബൂസിന് ഈ കഥയിൽ പ്രധാന പങ്കുണ്ടോ എന്ന് ചോദിക്കരുത്, പ്രധാന പങ്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ആദ്യം മരുഭൂമി. നല്ല കാലാവസ്ഥയുള്ള നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി മാസമാണ്, ഭയങ്കര വെയിലാണ്. രാവിലെ തന്നെ വെയിൽ നമ്മുടെ ഉച്ചന്തലയിലെത്തുന്ന അവസ്ഥയാണ്. ഉച്ചയ്ക്കൊക്കെ പുറത്തിറങ്ങിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, കരിഞ്ഞു തിരിച്ചു വരാം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഈ മരുഭൂമിയുടെ കാര്യം പറയാനായിട്ടുണ്ടോ? രാത്രി പോലും ചൂടിൻ്റെ ആഘാതം തങ്ങി നിൽക്കുന്ന ഇടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് സ്വപ്നം കണ്ട് എല്ലാ പ്രവാസികളും കാണും പോലെ നാട്ടിൽ നിന്ന് വിദേശത്തോട്ട് ചെല്ലുക, ഒരുപാട് കാശുണ്ടാക്കുക, കുടുംബത്തെ പൊന്നുപോലെ നോക്കുക, ഒരുപാട് നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ഇടുക എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് എല്ലാ പ്രവാസികളും നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇതുപോലെ എല്ലാ പ്രവാസികൾ കാണുന്ന സ്വപ്നം കണ്ടുകൊണ്ട് കഠിനമായ ഒരു മരുഭൂമിയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിയാണ് നജീബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുഭൂമിയാണ് ഈ കഥയുടെ ആധാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ. അടുത്ത രണ്ടാമത് ഞാൻ പറഞ്ഞത് ആട്. ജോലി ആയിരിക്കുമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ മരുഭൂമിയിൽ നജീബിനെ കാത്തിരുന്ന ജോലി എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കാനാണ്. ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ മനസ്സിലായി. ശരിക്കും ആടുകളെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഒന്നോ രണ്ടോ ആടുകൾ ഉണ്ടെങ്കിലും അത് താമസിക്കുന്ന അതിൻ്റെ തൊഴുത്ത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ ഒരു സ്മെല്ല് അവിടെ തങ്ങി നിൽക്കും. അതിൻ്റെ അടുത്തൂടെ പോയാൽ തന്നെ അതുമായിട്ട് കണക്റ്റാകാത്ത വ്യക്തികളൊന്നും മൂക്കിൽ കൈവയ്ക്കും, അത്രയ്ക്കും സ്മെല്ലാണ് അവിടെ, അല്ലേ? അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നജീബിന് അവിടെ ഒരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളോളം നജീബ് ആ മരുഭൂമിയിൽ ആ ആടുകളെ മേയിച്ച് ജീവിച്ച അത്രയും കാലം നജീബ് ഇട്ടിരുന്നത് ഒരേ ഒരു വസ്ത്രമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അതിൻ്റെ ഒരു ആഘാതം എത്രയായിരിക്കുമെന്നത്. അപ്പോൾ ഞാൻ ചിലയിടത്ത് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ശരിക്കും ഈ ആടുകളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങേണ്ടയും ഈ ആടുകൾ താമസിക്കുന്ന ആ തൊഴുത്തിനുള്ളിൽ കിടക്കേണ്ട അവസ്ഥ വരെ നജീബിന് വന്നിട്ടുണ്ട് എന്നതാണ് സത്യം. അടുത്ത് ഞാൻ പറഞ്ഞ മസറ എന്ന് പറഞ്ഞാൽ വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ആട്ടിൻ തൊഴുത്താണ് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും വർഷം ആ ആടുകളുടെ ഇടയിൽ ആ തൊഴുത്തിനുള്ളിലായിരുന്നു നജീബിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അടുത്ത് ഞാൻ പറഞ്ഞത് അർബാബ് വേറെ ആരുമല്ല, ആ മരുഭൂമിയിൽ നജീബിനെ ഭരിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് അർബാബ് എന്ന് പറയുന്നത്. നജീബിന് അവിടെ നിന്ന് രക്ഷിക്കാനാകാത്ത വിധം ആ മരുഭൂമിയേക്കാൾ അർബാബിന് നജീബിനെ അവിടെ തളച്ചിടാൻ സാധിച്ചു എന്നതാണ് സത്യം. പിന്നെ ഹക്കീം എന്ന് പറയുന്നത്, നജീബ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണല്ലേ വന്നത്. അതുപോലെ നജീബിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വേറൊരു മസ്റയ്ക്കുള്ളിൽ മരുഭൂമിയിൽ തന്നെ വേറൊരു മസ്റയ്ക്കുള്ളിൽ അകപ്പെട്ട വ്യക്തിയാണ് ഹക്കീം എന്ന് പറയുന്നത്. നജീബിന് ഹക്കീം വളരെ പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കയറുമ്പോൾ ഹക്കീമിൻ്റെ അമ്മ നജീബിനോട് പറഞ്ഞു, എൻ്റെ മോനെ നോക്കിക്കോണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വാക്കുകൊണ്ട് നജീബിന് ഹക്കീം എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. അടുത്ത് ഞാൻ പറഞ്ഞത് കുബൂസ് എന്ന് പറയുമ്പോൾ കുബൂസിനോ ഈ കഥയിലോ ഇത്രയും വലിയ റോളോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം 3 നേരം നമ്മൾ പല വിധത്തിലുള്ള ആഹാരമാണല്ലേ കഴിക്കുന്നത്. 3 നേരം ഒരുപോലത്തെ ഫുഡാണെങ്കിൽ പോലും നമ്മളൊന്ന് മടുക്കും. എന്നാൽ വർഷങ്ങളോളം നജീബ് ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നജീബ് കഴിച്ച ഒരേ ഒരു ഫുഡായിരുന്നു ഈ കുബൂസ് എന്ന് പറയുന്നത്. അതും വെള്ളത്തിൽ മുക്കി. ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ഈ ആടുകൾക്ക് കൊടുക്കുന്ന ആഹാരം ഉണ്ടല്ലോ, ആടുകളുടെ കുറച്ച് ഫുഡും കുറച്ച് വെള്ളമൊക്കെ നജീബ് കട്ടെടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. കാരണം അർബാബ് കണ്ടാൽ നജീബിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നജീബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞ് തെറ്റ് വന്നാൽ മതി, അർബാബ് നജീബിനെ തല്ലുമായിരുന്നു, നജീബിനെ ചവിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ഭീകരനായിരുന്നു ഈ അർബാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർബാബ് കാണാതെ ഈ ആടുകൾക്ക് കൊടുക്കുന്ന വെള്ളവും ഫുഡൊക്കെ നജീബ് കുറച്ച് കൂടുതലൊന്നും അല്ല കേട്ടോ, എന്നുമല്ല, കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ നജീബ് എടുത്ത് തിന്നുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നജീബ് ആ മരുഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നു എന്നത്. നജീബിൻ്റെ ഒരു ജീവിത രീതി എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുകയും നജീബ് ജീവിച്ചതുപോലെ നിങ്ങൾക്കത് വായിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയാം. എനിക്ക് സാധിച്ചു. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകൾ കൊണ്ട് ഞാൻ കരഞ്ഞു. ഞാൻ ആ കഥയുടെ ഒരു ഉള്ളടക്കമാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്, ചുരുക്കിയാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ പല വ്യക്തികളും ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നജീബ് അനുഭവിച്ച ദുരിതത്തെയും കഷ്ടതയും ദുഃഖങ്ങളെയും വേദനയും ഇതൊക്കെയാണ് എല്ലാ വ്യക്തികളും ഈ നോവൽ വായിച്ചിറങ്ങിയാൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം. എന്നാൽ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തതും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതുമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നജീബ് ഈ കഥയിലൂടെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്നാൽ ഇത് വായിച്ച വ്യക്തികൾ പലരും അത് ഗൗനിക്കാറില്ല എന്നതാണ് സത്യം. അതായത് അല്ലാഹു, ഈശ്വരൻ, സർവവ്യാപി. ശരിക്കും നജീബിൻ്റെ ആ മരുഭൂമിയിലെ ആ കഠിനമായ ജീവിതത്തിനകത്തും നജീബ് മുറുകെ പിടിച്ചൊരു ശക്തി ഉണ്ടായിരുന്നു, അല്ലാഹു. നജീബിനെ ഇതിൽ നിന്ന് കരകയറ്റും എന്ന് നജീബ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെയൊക്കെ നജീബ് തള്ളിപ്പറയുന്നതൊക്കെ കാണാം. എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ മോചിതനാക്കുമെന്നൊരു ഉറച്ച വിശ്വാസം നജീബിന് ഉണ്ടായിരുന്നു. പലയിടത്തും ആ അള്ളാഹുവിൻ്റെ നജീബിന് അള്ളാഹുവിനോടുള്ള ആ ഒരു വിശ്വസ്തതയെ ആടുജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിപാദിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് ആ ഒരു കാര്യത്തെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്. ശരിക്കും നജീബ് ആ മരുഭൂമിയിൽ നിന്ന് മോചിതനാവാൻ കാരണം ഒരുപക്ഷെ നജീബിൻ്റെ
അള്ളാഹു രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നജീമിനെ ആ കഠിനമായ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നജീമിനെ മോചിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം. ഈ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി ആയിരുന്നു നജീമിൻ്റെ സ്ഥാനത്തെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഓവർകം ചെയ്ത് വരുമെന്നുള്ളത്. ശരിക്കും നജീം ഉറച്ചു വിശ്വസിച്ചിരുന്നു അള്ളാഹു എന്നെ മോചിതനാക്കും എന്നത്. ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നതും, ഞാൻ ഈ ആടുകളുടെ ഇടയിൽ എനിക്ക് കിടക്കേണ്ടി വരുന്നതും, എനിക്ക് നല്ലതുപോലെ ആഹാരം കഴിക്കാൻ പറ്റാത്തതും, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ ഒരു ഹിതമാണ് എന്നാണ് നജീം വിശ്വസിച്ചിരുന്നത്. പലവട്ടം നജീമിന് ആ ഒരു മരുഭൂമിയിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടി. പക്ഷേ നജീമിനെ തളച്ചിടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അന്ധമായി കിടക്കുന്ന ആ മരുഭൂമി ആയിരിക്കാം, അർബാബ് ആയിരിക്കാം, ആടുകളായിരിക്കാം. ഇതിനിടെ തന്നെ ആടുകളും നജീമും തമ്മിലുള്ള ബന്ധം ഒരുപാട് വർദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നജീമിനെ രക്ഷപ്പെടാനുള്ള അവസരങ്ങളിൽ നിന്നിട്ടും അവിടെ തളച്ചിടാൻ ഇടയായി. പക്ഷേ നജീം ഉറച്ചു വിശ്വസിച്ചിരുന്നു അള്ളാഹു, ആ സർവേശ്വരൻ എന്നെ ഇവിടുന്ന് രക്ഷിക്കുമെന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഹക്കീം എന്ന് പറയുന്ന വ്യക്തി വേറൊരു മസ്രയിൽ അകപ്പെട്ട വ്യക്തിയായിരുന്നു ഹക്കീം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം ഇവർ കണ്ടുമുട്ടുകയും ഹക്കീമിൻ്റെ അടുക്കൽ അള്ളാഹു നിശ്ചയിച്ചതുപോലെ വേറൊരു വ്യക്തി വരികയും ഇവർ മൂന്നുപേരും കൂടെ കണക്ട് ചെയ്ത് ഇവിടെ നിന്നിട്ട് രക്ഷപ്പെടാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കുകയും അതിനായിട്ടുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഇവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഈ ഹക്കീമിൻ്റെ കൂടെ വന്ന ആ വ്യക്തിയായിരുന്നു ശരിക്കും ഇവർക്ക് രക്ഷപ്പെടാനുള്ള നേതൃത്വം കൊടുത്തിരുന്നതെന്ന് പറയുന്നത്. ശരിക്കും ആ വ്യക്തിയായിട്ടല്ല അവിടെ നജീം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നതാണ് നജീം അവിടെ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നതും, ഈശ്വരൻ ഒരിക്കലും നേരിട്ടിറങ്ങി വന്ന് ഈ ഭൂമിയിൽ ഒരു കാര്യവും ചെയ്യില്ല. ഈശ്വരൻ ചെയ്യുന്നതെല്ലാം വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും മറ്റു ചില സാഹചര്യങ്ങളിൽ കൂടെ എല്ലാമായിരിക്കും. അപ്പോൾ ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിച്ച വ്യക്തിയാണ് ഹക്കീമിൻ്റെ അടുക്കൽ വന്നതെന്നും ആ വ്യക്തിയുടെ നേതൃത്വം പ്രകാരമാണ് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചതെന്നും നജീം ജീവനോടെ രക്ഷപ്പെട്ടതെന്നും നജീം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യമാണ് എനിക്കതിൽ എൻ്റെ ഹാർട്ടുമായിട്ട് ടച്ച് ചെയ്ത് കണക്റ്റ് ആയ ഒരു കാര്യം. ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ഈശ്വരൻ, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുമല്ലേ ഈ അവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് കരകയറാൻ പറ്റത്തില്ല. നമ്മൾ ചില വ്യക്തികൾ പറയാറുണ്ട്, ദൈവം വിചാരിച്ചാൽ പോലും എനിക്ക് ഈ അവസ്ഥയിൽ നിന്നിട്ട് കരകയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നജീം എന്ന് പറയുന്നത് അത്രയും ദുരിതം ആ മരുഭൂമിയിൽ അനുഭവിച്ചുവെങ്കിലും ആ ദുരിതത്തിൽ നജീം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതിൽ നിന്നിട്ട് അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നത്. ശരിക്കും ആ നജീമിൻ്റെ വിശ്വസ്തത, ആ ഉറച്ച നിലപാടായിരിക്കും നജീമിനെ ആ മരുഭൂമിയിൽ നിന്നിട്ട് സ്വർഗത്തിലേക്ക്, അതായത് സ്വർഗം എന്ന് ഉദ്ദേശിച്ചത് ആ കഠിന ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് നല്ല സാഹചര്യത്തിൽ, നല്ല ഒരു പ്രകൃതത്തിലേക്ക് നജീമിനെ മാറ്റിയത്. ഇതാണ് പറയുന്നത്, ഈശ്വരൻ ഒരിക്കലും നേരിട്ടിറങ്ങി വന്ന് ഒരു കാര്യവും ചെയ്യില്ല. വേണമെങ്കിൽ ഈശ്വരന് നജീം അത്രയും ദുരിതം അനുഭവിച്ചപ്പോൾ, മരുഭൂമിയിൽ അത്രയും കഷ്ടത അനുഭവിച്ചപ്പോൾ ഈശ്വരന് നേരിട്ടിറങ്ങി വന്ന് നജീമിനെ രക്ഷിക്കാമായിരുന്നു. അതും ഈശ്വരൻ എന്നെ ഈ ദുരിതത്തിൽ നിന്നിട്ടും രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന നജീമിനെ വേണമെങ്കിൽ ആ മരുഭൂമിയിൽ ഈശ്വരന് നേരിട്ടിറങ്ങി വന്ന് രക്ഷിക്കാമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? കാരണം ഈശ്വരൻ ഒരിക്കലും നേരിട്ടിറങ്ങി വന്ന് ഒരു വ്യക്തികളുടെ ജീവിതത്തിലും ഒന്നും ചെയ്യില്ല. ഈശ്വരൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ഒക്കെയായിരിക്കും. നജീമിന് ആ വ്യക്തി വന്നതുപോലെ ആയിരിക്കും ചില മനുഷ്യ ജീവിതങ്ങളിൽ ചില വ്യക്തികളായിക്കോട്ടെ, ചില സാഹചര്യങ്ങളായിക്കോട്ടെ, ചില കാര്യങ്ങളായിക്കോട്ടെ ഈശ്വരൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഇതാണ് ഈ നോവലിനകത്ത് എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്.
പല വ്യക്തികളും ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഈ കാര്യത്തെ ആരും ഹൈലൈറ്റ് ചെയ്യില്ല. നജീം അനുഭവിച്ച ദുരിതങ്ങളെയും കഷ്ടതകളെയൊക്കെ ആയിരിക്കും വ്യക്തികൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്നാൽ നജീബ് പോലും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതായിരിക്കും. അല്ലാഹു സർവേശ്വരൻ, സർവവ്യാപി ഈശ്വരൻ, ആ ഈശ്വരനെ ആയിരിക്കും നജീബ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നജീബിനെ പോലെ ഏതവസ്ഥയിലും അള്ളാഹു കൂടുണ്ട് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ. പക്ഷേ കഷ്ടതയും ദുരിതവും സങ്കടവും വരുമ്പോൾ മാത്രം ആ വിശ്വാസം വരരുത് കേട്ടോ. അതുപോലെ തന്നെ ഈശ്വരൻ നേരിട്ടിറങ്ങി വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുമെന്നുള്ളൊരു വ്യാജമായ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഈശ്വരൻ വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും പ്രപഞ്ചത്തിലൂടെയും നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ.